ഉണ്ടാകുന്ന ഉറപ്പാണ്. സിനിമാ മേഖലയ്ക്ക് ഒരുപാട് പരാതികളും ഒരുപാട് പരാധീനതകളും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ GST അത് സംബന്ധമായ കാര്യങ്ങളെല്ലാം ശ്രീ സുരേഷ് കുമാറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അദ്ദേഹം ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് അദ്ദേഹത്തോടുള്ളൂ. വർഷങ്ങളായി, നീണ്ട ഒരുപാട് വർഷങ്ങളായി എല്ലാവരുടെയും ആവശ്യമാണ് സിനിമ ഇൻഡസ്ട്രിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന്. സിനിമ ഒരു വ്യവസായമായി കാണണമെന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ തന്ന മെമ്മോറാണ്ടത്തിലുള്ള 75% കാര്യങ്ങൾക്കും പരിഹാരമാകും ഈ ഒരൊറ്റ കാര്യം അദ്ദേഹം സാധിച്ചെന്നാൽ മതി. സിനിമയെ വ്യവസായമായി അംഗീകരിക്കാനുള്ള ഒരു സന്മനസ് ഗവൺമെന്റിന് ഉണ്ടായാൽ മതി. 75% കാര്യങ്ങളും പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പം അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയെ, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെ കവച്ചു വയ്ക്കുന്ന രീതിയിലാകട്ടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതിന് അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രങ്ങളെ ഒന്നുമല്ല ഞാനിവിടെ ഓർക്കുന്നത്. കാര്യം അത്രത്തോളം അദ്ദേഹം പോകണ്ട. അതിന്റെ ഒരു 25% വന്നാൽ പോലും ശ്രീ സുരേഷ് ഗോപിക്ക് കേരളത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദൈവം തവണ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എക്സിബിറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി വിശ്വനാഥ്. ശ്രീ സുരേഷ് ഗോപി ഞാൻ ഒരേ സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത്. അദ്ദേഹത്തെ സീനിയറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വന്നപ്പോൾ നമ്മൾ ഈ ലയൺസ് ക്ലബിൻ്റെ ഒരു ലിയോ ക്ലബ്ബ് തുടങ്ങി. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ അദ്ദേഹമായിട്ട് ഇടപെട്ട് പഴകാൻ പറ്റും, അല്ലെങ്കിൽ പോകാൻ പറ്റിയത്. അന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രോജക്ട്സും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ സീനിയറായിരുന്നു അദ്ദേഹം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെന്നൈ പോയി. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ജോലിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത് ഈ ക്രിക്കറ്റ് കളി കാണാനൊക്കെ ഞങ്ങൾ ചെന്നൈ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാണാനൊക്കെ അവസരമുണ്ടായി. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ജോലി അപ്പോഴാണ് അറിയുന്നത് സിനിമയ്ക്ക് വന്നത്. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അദ്ദേഹം ആ ദിവസമൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറയും കുഴപ്പമില്ലേ, മാറും, എൻ്റെ ആ സമയമൊക്കെ മാറും. ഭയങ്കര ഈശ്വര വിശ്വാസമാണ് അന്ന്. എല്ലാത്തിനും ഭയങ്കര അവസരം. അത് മാത്രമല്ല ഭയങ്കര പോസിറ്റീവാണ്. എന്ത് കാര്യത്തിൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെല്ലുമ്പോൾ അന്ന് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത സമയത്തുള്ള പൈസയായിട്ടാണ് ചെന്നൈ പോകുന്നത്. അപ്പം പറയും ഇവിടുത്തെ ഓട്ടോയും മറ്റേ ഇതൊന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പം പറയും അതൊന്നും പ്രശ്നമില്ല, മിലിറ്ററി ഹോസ്പിറ്റൽ എന്തോ ഹോട്ടലുണ്ട്, പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ ഒരു ബസ് നമ്പറുണ്ട്, ആ നമ്പർ നോക്കി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട്. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിൽ വന്നു. നിരപരാധി എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ വന്നു. അന്ന് എപ്പോഴും നമ്മൾ കാണാനും അന്ന് കൊല്ലത്തായിരുന്നു താമസം. അതെല്ലാം കഴിഞ്ഞ് സിനിമയിൽ ഇങ്ങനെ കയറി അയാൾ സൂപ്പർ ഹീറോ, സൂപ്പർ സ്റ്റാറായി. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഞാൻ കാണുമ്പോൾ ഒരു വരാം, അത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴും വളരെ പോസ്റ്റ്, അത് കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സാരമില്ലേ, അതിങ്ങനെ വരും. ആദ്യം അദ്ദേഹം വളരെ എല്ലാ എതിർപ്പുകളെയും മുന്നേറി അദ്ദേഹം തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. ഇതിപ്പോൾ സന്തോഷം ഞങ്ങൾക്ക് കൊല്ലത്തുള്ള അന്ന് അറിയാവുന്നവർക്കും ഇപ്പോൾ ഉള്ളവർക്കും എല്ലാം വളരെ സന്തോഷമാണ്. ഈ ഒരു അവസരമാണ് അദ്ദേഹത്തിനോട് പറയാൻ എനിക്ക് കിട്ടിയത്. അദ്ദേഹം റിയൽ ലൈഫിലും സൂപ്പർ സ്റ്റാറായി, റിയൽ ലൈഫിലും സൂപ്പർ സ്റ്റാറായി. ഞാൻ ആ സ്കൂൾ അലൂമിനിന്നും കോളേജിൻ്റെ അലൂമിനിന്നും വെച്ച് ഏറ്റവും വലിയൊരു സന്തോഷ ദിവസമാണ് ഇന്ന് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയതും എല്ലാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ആരോഗ്യവും സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സിയാദ് കോക്കർ. ബഹുമാനിയരെ,